ജ്വൽ മാമും വിനേക മാമും റെഡി അല്ലേ? അതെ, റെഡിയാണ്. രണ്ടുപേർക്കും ഓൾ ദ ബെസ്റ്റ്. സോ ഷാൽ വി സ്റ്റാർട്ട്? യെസ്. ഓക്കെ. ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൻ്റെ പേര് വിനേക വിനോദ്. എൻ്റെ വീട് മൂവാറ്റുപുഴയിലാണ്. ഞാനൊരു റെമഡിയൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിന്റെ 23ാമത്തെ ബാച്ചിലെ ഒരു മെമ്പർ കൂടിയാണ്. നമ്മളിപ്പോൾ വിൻബിൾ അക്കാഡമിയുടെ കീഴിൽ ഉള്ള പ്രൊഫഷണൽ ട്രെയിനേഴ്സ് ടോക്കിലാണല്ലോ ഉള്ളത്. ഇവിടെ അവതാരകരായി വരുന്നത് പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ്. ഞാൻ MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിൻബിൾ അക്കാഡമിയെ കുറിച്ച് അറിയാനിടയായത്. ഇവിടെ നിന്ന് വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ വളരെയധികം കോഴ്സസ് എനിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അതിലൂടെ എൻ്റെ അറിവ് വർദ്ധിക്കുകയും ചെയ്തു. അതിനുശേഷം വിൻബിളിന്റെ തന്നെ ഒരു 6 months LD കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. അത് വളരെ വിജയകരമായിട്ട് പാസ്സായതിൽ വളരെ സന്തോഷവുമുണ്ട്. ഈ ഒരു കോഴ്സിന്റെ അവസാനത്തിൽ ഒരു 21 days ഒരു കുട്ടിക്ക് ക്ലാസ് എടുക്കാനുള്ള അവസരം ഉണ്ടായി. ആ കുട്ടിയിൽ വന്ന ഇംപ്രൂവ്മെന്റ് എന്റെയും കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് സത്യം. ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇനിയും പല ക്വാളിറ്റീസും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു സമയത്താണ് ട്രെയിൻ ദ ട്രെയിനേഴ്സ് കോഴ്സിനെ കുറിച്ച് അറിയാനിടയായത്. ഫൈസൽ സാറും അതുപോലെ തന്നെ അർച്ചന മാമും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ലളിതമായ രീതിയിലാണ് ട്രെയിനിങ്ങിന് ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഞങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നതിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഫ്രണ്ട്ലി ആൻഡ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വിൻബിൾ ഞങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. പിന്നെ ട്രെയിനിങ്ങിലൂടെ ആർക്കും ഏതൊരാൾക്കും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകും. നിരന്തരമായ ട്രെയിനിങ്ങും പരിശ്രമവും വഴി നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ട്രെയിനിങ്ങിലൂടെ എൻ്റെ പഠനം മാത്രമല്ല, കൂടെ പ്രസന്റേഷൻ സ്കിൽസും അതുപോലെ തന്നെ കോൺഫിഡൻസും ഇംപ്രൂവ് ആയി എന്നുള്ളതാണ്. ട്രെയിനിങ് വെല്ലുവിളികളെ ഭയക്കാതെ അവയെ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറ്റുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. ഇനി ട്രെയിനിങ് കൊണ്ട് നമുക്ക് അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാം എന്നുള്ളതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശ്രീമതി PT ഉഷ. അവരുടെ നിരന്തരമായ ട്രെയിനിങ്ങും ഡിസിപ്ലിനുമാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച അത്ലറ്റ് ആയിട്ട് അവരെ മാറ്റിയത്. ഈ ഒരു ട്രെയിനിങ് ഏതൊരു പ്രായത്തിലും സാധ്യമാകുന്ന കാര്യമാണ്. ഇത് നല്ലൊരു ട്രെയിനിങ് സെഷൻ ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെ നമ്മൾ ഓരോ ദിവസവും ഓരോരോ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇന്ന് നമുക്ക് സെഷൻ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് മിസ്സിസ് ജുവൽ മാത്യു ആണ്. സ്വദേശം ഇരിങ്ങാലക്കുട. മാം ഒരു ടീച്ചറാണ്. അതുകൂടാതെ ഒരു സർട്ടിഫൈഡ് കരിയർ കൗൺസിലർ കൂടിയാണ്. ഇന്നത്തെ ടോപ്പിക് റൈറ്റ് കരിയർ ബ്രൈറ്റ് ഫ്യൂച്ചർ ആണ്. ഈ ഒരു സെഷനിലൂടെ എങ്ങനെ ഒരു കരിയർ ചൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എന്താണ് പേരൻസിന്റെ റോൾ എന്നും പിന്നെ കരിയർ ക്ലസ്റ്റേഴ്സിനെ കുറിച്ചും മാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിലൂടെ നമ്മുടെ ഇൻട്രസ്റ്റും സ്കിൽസും മനസ്സിലാക്കി നമുക്ക് ഒരു റൈറ്റ് കരിയർ ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഐ വെൽക്കം ജുവൽ മാം. മാം, പ്ലീസ്, the stage is yours. Thank you. Thank you, ma'am. Thank you, Vineka ma'am, for introducing me. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടുത്തി അതിന് പ്രത്യേക താങ്ക്സ്. ഗുഡ് ഈവനിങ് ആൾ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലെ? സുഖമായിട്ടല്ലേ ഇരിക്കുന്നേ? ആദ്യമേ തന്നെ എങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകാമെന്ന് ഞങ്ങൾക്ക് നന്നായി ക്ലാസ് എടുത്ത് തന്ന വിംബിൾ അക്കാദമി ഡയറക്ടർ ഫൈസൽ സാറിനും അതുപോലെ തന്നെ ഓരോ വോയിസ് ക്ലിപ്പ് ഇടുമ്പോൾ അതിന്റെ പോരായ്മകള് പറഞ്ഞു തന്ന് ഞങ്ങളെ ചെത്തി മിനുക്കി ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർച്ചന മാമിനും
അതുപോലെ തന്നെ എന്നെ ഒരിക്കൽ കൂടി ഞാൻ വിനേക മാമിനും, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത വിനേക മാമിനും, അതുപോലെ കേവലം 2 മാസത്തെ കോഴ്സ് ആണെങ്കിലും ഒരു കുടുംബം പോലെ വളർന്നതായിരുന്നു ഞങ്ങളുടെ ബാച്ച് 22 ബാച്ച്മേറ്റ്സ്. അപ്പോ എല്ലാറ്റിനും ഉപരി അവരെയും എൻ്റെ ക്ലാസ് ശ്രവിക്കാൻ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ചെറുപ്പകാലത്ത് എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് വലുതാകുമ്പോൾ ആരായി തീരണമെന്ന്. ഒരു കേട്ടിട്ടില്ലേ നിങ്ങള്? എല്ലാവരും കേട്ടിട്ടില്ലേ? ഒരു പ്രാവശ്യമെങ്കിലും കേട്ടിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. Yes. അപ്പോ നമ്മളൊരു ചെറുപ്പത്തിന്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഒരു 2nd സ്റ്റാൻഡേർഡ് 3rd സ്റ്റാൻഡേർഡ് കുട്ടിയോടാണ് അത് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ടീച്ചറാണ്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും, എൻ്റെ മക്കൾക്കായാലും ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും ടീച്ചർ പറഞ്ഞതാണ് ശരി, നമ്മളത് കറക്റ്റ് ചെയ്യാൻ നോക്കിയാലും അല്ല, ടീച്ചർ അങ്ങനെ പഠിപ്പിച്ചേ എന്നുള്ളൊരു ഇതിലാണ് അവര് സംസാരിക്കാറ്. പക്ഷെ വളർന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ആ താല്പര്യങ്ങളൊക്കെ വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നത് കാണാം. ചെറുപ്പത്തിൽ കുട്ടികൾക്ക് പോലീസ് ആവാൻ ആഗ്രഹം, അല്ലെങ്കിൽ പ്ലെയിൻ കാണുമ്പോൾ പൈലറ്റ് ആവാൻ ആഗ്രഹം, അങ്ങനെ പല ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും വളർന്നു കഴിയുമ്പോൾ അത് വ്യത്യസ്തമാകുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ ഉചിതമായ കരിയർ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഭാവി മാത്രമല്ല നമ്മുടെ കുടുംബത്തിൻ്റെയും അതേപോലെ തന്നെ സമൂഹത്തിനോട് നമ്മൾ പ്രതിബദ്ധത ഉള്ളവരായിരിക്കും എന്നുവെച്ചൊരു കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ. അതുകൊണ്ടാണ് റൈറ്റ് കരിയർ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന ആശയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ ചുറ്റുപാടുമുള്ള വീടുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടില് മക്കളൊക്കെ നന്നായി പഠിച്ച് നല്ല രീതിയിലാവുമ്പോൾ ആ കുടുംബം മാത്രമല്ല, അല്ലെങ്കിൽ അവിടെ നിന്നൊരു ഡോക്ടർ വരുമ്പോൾ, അല്ലെങ്കിൽ അവിടെ നിന്നൊരു സിവിൽ സർവീസ് ഓഫീസർ വരുമ്പോൾ സമൂഹത്തിനും അത് വളരെയധികം പ്രയോജനമാണ്. അപ്പോൾ നമ്മൾ ഉചിതമായ കരിയർ തിരഞ്ഞെടുക്കുക. നമ്മുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് ഉചിതമായ കരിയർ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഞാൻ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചൈനീസ് ഫിലോസഫർ കൺഫ്യൂഷ്യസിന്റെ കോഴ്സോടുകൂടി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ചൂസ് എ ജോബ് യു ലവ് ആൻഡ് യു വിൽ നെവർ ഹാവ് ടു വർക്ക് എ ഡേ ഇൻ യുവർ ലൈഫ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലി നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും നമുക്ക് ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കരിയർ ചോയ്സ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് പറയാൻ കാരണം, നമ്മൾക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മുടെ ബന്ധുക്കൾ എന്താ ചോദിക്കുക? ജോലി കിട്ടി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എത്ര ശമ്പളം? എത്ര ശമ്പളം കിട്ടുന്നു? ശരിക്കും ശമ്പളം ഒരു ഇൻകം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ ഇൻകത്തിനേക്കാൾ കൂടുതൽ ഒരു ശമ്പളത്തിന്റെ കൂടെ തന്നെ വരുന്ന നല്ല ശമ്പളമാകുമ്പോൾ അതിന്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ വരിയായിട്ട് വരുന്നുണ്ടാവും. സ്ട്രെസ് ഉണ്ടാവും, ലോങ് ടേം പ്രഷർ ഉണ്ടാവും, ഇല്ലേ? അപ്പൊ നമ്മള് അതിനൊക്കെ എങ്ങനെ മറികടക്കാം എന്ന രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയ്ക്ക് മാത്രമാണ് ശരിയായ കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിയായ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ലോങ് ടേം ഹാപ്പിനെസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി ഉചിതമായ കരിയർ തിരഞ്ഞെടുക്കുക. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 2 പേർക്കും മാത്സ് നല്ല ഇഷ്ടമാണ്. പക്ഷെ +2 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 2 പേരും എഞ്ചിനീയറിങ്ങിന് പോയി. പക്ഷെ അതിൽ ഒരാൾക്ക് ചിത്രരചന വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ്. പക്ഷേ കോഴ്സ് കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞു. ഒരാൾ താൻ വിചാരിച്ചിരുന്ന പോലെ എഞ്ചിനീയറിംഗ് ജോലിയിലേക്ക് പ്രവേശിച്ചു. മറ്റേ ആൾക്ക് ആ ജോലിയിൽ അധികം സന്തോഷം കണ്ടെത്താൻ ആയില്ല. പിന്നീട് അദ്ദേഹം പരിശ്രമിച്ച് ഒരു ഗ്രാഫിക് ഡിസൈനറായി. അപ്പോൾ എപ്പോഴും ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കഴിവും താല്പര്യവും മനസ്സിലാക്കി വേണം കരിയർ തിരഞ്ഞെടുക്കാൻ വേണ്ടതെന്ന്.
അപ്പോൾ നമ്മൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ലോങ് ടേം ഹാപ്പിനെസ് വേണമെങ്കിൽ നമ്മുടെ കഴിവും താല്പര്യവും അനുസരിച്ച് വേണം. അതേപോലെ തന്നെ സമൂഹത്തിനോട് നമ്മൾ പ്രതിബദ്ധതയുള്ളവരായിരിക്കണം. ഒരു ഡോക്ടറായാൽ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നു. ഇപ്പൊ ഒരുപാട് ടീച്ചേഴ്സ് ഇവിടെയുണ്ട്. ടീച്ചേഴ്സിന്റെ എന്താണ് യുവതലമുറയെ വാർത്തെടുക്കുന്നു എന്നാ പറയാ അല്ലെ? അത്രയ്ക്കും നമ്മൾ സൊസൈറ്റിയോട് അത്രയ്ക്കും കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കരിയേഴ്സ് ആണ് അത്. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ കരിയർ ചോയ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആവശ്യമുള്ള 4 നെടുംതൂണുകൾ ഏതൊക്കെയാണെന്നാണ് സംസാരിക്കുന്നത്. ആദ്യം പറയുന്നത് സെൽഫ് അവെയർനെസ് അല്ലെങ്കിൽ സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത്. നമ്മളെ കുറിച്ച് സ്വയം ഒരു അവബോധം ഉണ്ടാവണം. നിങ്ങൾക്കിപ്പോൾ എല്ലാവരും പ്രൊഫഷണൽ ആൾക്കാരായിരിക്കും. ഇപ്പോൾ ആരും ഇങ്ങനെ കരിയർ +2 അല്ലെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻസ് ഒന്നും ആരും ഈ കോഴ്സിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ആക്ടിവിറ്റി പറയാം. അവർ എന്ത് ചെയ്യുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ്റെ മക്കൾ എന്ത് ചെയ്യുമ്പോഴാണ് അവർ ഏറ്റവും ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നത്? രണ്ടാമത്, അവർ എന്തിൽ നല്ലതാണ്? അവർ എന്ത് ചെയ്യുമ്പോഴാണ് അവർ സ്വയം മറന്ന് ചെയ്യുന്നത്? ജോലി ചെയ്യാതെ ഇരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് പറയുമ്പോൾ ഒരു കരിയർ വിജയകരമാക്കാനായിട്ട് നമുക്കൊരു ഹാർഡ് സ്കിൽസും ഉണ്ട്, സോഫ്റ്റ് സ്കിൽസും ഉണ്ട് അല്ലെ? ഹാർഡ് സ്കിൽസ് നമ്മൾ എന്തായാലും ടെക്നിക്കലി നമ്മൾ പഠിച്ച് വരുന്ന കാര്യങ്ങളാണ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ? നമ്മുടെ ടൈം മാനേജ്മെന്റ്, ടീം വർക്ക്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, പ്രോബ്ലം സോൾവിങ്, അതൊക്കെ നമ്മൾ ബാല്യത്തിലെ തന്നെ നമ്മൾ പഠിച്ച് വളരേണ്ട ഒന്നായിട്ടാണ് കാണാൻ സാധിക്കുക. അപ്പൊ ആദ്യം തന്നെ സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് ആണ് ഒരു പില്ലർ. കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഒരു പില്ലർ സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് പേഴ്സണാലിറ്റി. നമ്മുടെ വ്യക്തിത്വം എങ്ങനെയുള്ള വ്യക്തിത്വമാണ്? നമുക്ക് എല്ലാത്തിലും സ്കിൽസ് ഉണ്ട്. പക്ഷെ നമ്മുടെ വ്യക്തിത്വം ഒരു ഇൻട്രോവേർട്ട് ആണോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രോവേർട്ട് ആണോ? ചിലപ്പോൾ നമ്മൾ മാത്സിൽ നല്ലതായിരിക്കും, പക്ഷെ എല്ലാത്തിലും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെല്ലാം ഉണ്ടാവായിരിക്കും. പക്ഷെ നമ്മൾ ഇന്റർപേഴ്സണൽ റിലേഷൻസ് കുറവായിരിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് എപ്പോഴും അനുയോജ്യമായത് റിസർച്ച് അല്ലെങ്കിൽ IT ഫീൽഡ് ആയിരിക്കും. അവര് ഒരു ബിസിനസ്, ഒരു HR അല്ലെങ്കിൽ അങ്ങനത്തെ മാർക്കറ്റിംഗ് ഫീൽഡിൽ വന്നിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് പരാജയം സംഭവിക്കുന്നതായിട്ട് കാണാം. ശാന്ത സ്വഭാവമുള്ള ആളുകൾ എപ്പോഴും അങ്ങനത്തെ IT ഫീൽഡിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്നത്തെ കാലത്ത് ജെൻസി പിള്ളേരുകൾ എന്താണ്, ഒരെണ്ണത്തിൽ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ മാറി വേറെയിലേക്ക് പോകും. അത് അവരുടെ പേഴ്സണാലിറ്റി ഡിഫറൻസസ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്. പിന്നെ വരുന്നതാണ് സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ. സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ കയ്യിൽ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ അവർക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു കൃത്യത ഉണ്ടാവും. ഫ്ലെക്സിബിൾ ആയിട്ട്, അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശരിക്കും അക്കൗണ്ടിങ് ഫീൽഡിലൊക്കെ നന്നായി പ്രശോഭിക്കും. അവർക്ക് കൃത്യമായ ടൈം മാനേജ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഫ്ലെക്സിബിൾ ആവുമ്പോൾ അവർക്ക് ആ ഫീൽഡിൽ പ്രശോഭിക്കാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ അടുത്തത് വരുന്നതാണ് ഇമോഷണൽ ആൻഡ് സ്റ്റെബിലിറ്റി. രണ്ട് പേഴ്സണാലിറ്റി, ഇമോഷണൽ ആയിരിക്കാം, ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരാളായിരിക്കും. അവർക്കും കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ അതേ രീതിയിലുള്ള കരിയർ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. പിന്നെ ക്രിയേറ്റീവ്, സൃഷ്ടിപരമായി അല്ലെങ്കിൽ ജന്മനാ കഴിവുള്ള ആളുകളുണ്ട്. ജന്മനാ കഴിവുള്ള ഇവര് എന്തെങ്കിലും റൈറ്റിംഗ് അല്ലെങ്കിൽ ചിത്രരചന, അവർക്കത് ജന്മനാ കഴിവുണ്ടെങ്കിൽ ആ മേഖലയിലേക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, ഒന്ന് നമ്മുടെ സ്കിൽസ് ആൻഡ് സ്ട്രെങ്ത്തും, 2 പേഴ്സണാലിറ്റിയുമാണ്. ഇനി അടുത്തത് വരുന്നതാണ് ജോബ് മാർക്കറ്റ്.
ഇപ്പൊ നമുക്ക് അറിയാം, എപ്പോഴും 20 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നോ, 20 കൊല്ലം മുമ്പ് ഈ ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. ആപ്പ് ഡെവലപ്പർ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. 20 ഇല്ല. കൊല്ലം മുമ്പ് ആ പ്രൊഫഷനൊന്നും ഉണ്ടായിരുന്നില്ല. യൂട്യൂബർ ഉണ്ടായിരുന്നില്ല, ഡിജിറ്റൽ മാർക്കറ്റർ ഉണ്ടായിരുന്നില്ല, ഡാറ്റ സയൻസ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അങ്ങനത്തെ വാക്കുകൾ പോലും നമ്മൾ കേട്ടിട്ടില്ല അല്ലെ. കോവിഡിന് ശേഷം നമുക്ക് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ഘടകം എന്ന് പറഞ്ഞാൽ ജോബ് മാർക്കറ്റ് ആണ്. ജോബ് മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ച്, പക്ഷെ മൊത്തത്തിൽ കുട്ടികൾ ഇപ്പൊ കാണുന്നത് എന്താന്ന് വെച്ചാല് ജോബ് മാർക്കറ്റിൽ അത് വലിയ ഡിമാൻഡാണ്. അപ്പൊ ഓടിപ്പോയിട്ട് എല്ലാവരും പോയിട്ട് ചേരും. അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ് ആയിട്ടോ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ എന്തുണ്ടാവും? വളരെയധികം കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും സ്കിൽസും സ്ട്രെങ്ത്തും ഒക്കെ ആയിട്ട് മാച്ച് ചെയ്യുന്നതാണ് പ്രൊഫഷൻ എന്ന് നോക്കണം. ഇപ്പൊ ജോബ് മാർക്കറ്റ് വാല്യൂല് ഇപ്പോ ഏറ്റവും കൂടുതലായിട്ട് ജോബ് മാർക്കറ്റ് വാല്യൂ നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ AI-ക്കാണ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് 322. കുറച്ച് മുമ്പത്തെ ഇൻഫോർമേഷൻ ആണ്, അപ്പൊ അത് കറക്റ്റ് ആണെങ്കിൽ കൃത്യമായിട്ട് അറിയില്ലേ. 322, ഡാറ്റ സയൻസിന് 257. അങ്ങനെയാണ് നമുക്ക് ജോബ് മാർക്കറ്റ് വാല്യൂ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ്? ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാന്ന് വെച്ചാൽ കേരളത്തില് ഒരു കുട്ടിക്ക് ഇപ്പൊ ഫുഡ് ബ്ലോഗർ ആവാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ കുട്ടീനെ ആ നിലയിൽ വിട്ടോട്ടെ. അവൻ കുറച്ച് നാൾ കഴിയുമ്പോൾ ബ്ലോഗൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതുപോലെ അടുത്ത പറയണത് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കരിയർ ഗൈഡൻസിലെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞൻ ജോൾ എൽ ഓളൻഡ് പറയുന്നത്, ഒരു നല്ല ജോലി എന്നതിലുപരി നിങ്ങളോട് പൊരുത്തപ്പെടുന്ന ജോലി എന്താണ് അത് ചെയ്യുക എന്നാണ്. അപ്പൊ അദ്ദേഹം കൊണ്ടുവന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്ക് റിയാസിക് മോഡൽ എന്ന് പറയും. റിയാസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കലായിട്ട്, അതായത് ചില കുട്ടികൾ എപ്പോഴും കളിക്കോപ്പുകൾ എന്തെങ്കിലും റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ ഇൻട്രസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? അങ്ങനെ റിപ്പയറിങ് ചെയ്യുന്നത്. അപ്പൊ അവരെ മെക്കാനിക്കൽ ടൈപ്പില് വിടാന്ന് വെച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അവരുടെ ഇൻട്രസ്റ്റ് അതിലാണ് കിടക്കുന്നത്. ചില കുട്ടികൾ വരുന്നത് ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും തിങ്കിങ് പീപ്പിൾ ആയിരിക്കും. അപ്പൊ ആ കുട്ടികളെ ശരിക്കും റിസർച്ചിലോ അല്ലെങ്കിൽ സയൻസ് റിലേറ്റഡ് ഇതിലോ വിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വരുന്നത് ആർട്ടിസ്റ്റിക് കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ക്രിയേറ്റീവ് ആയിരിക്കും. ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. ഒന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു പോസ്റ്റർ മേക്കിങ്ങോ. അപ്പൊ അങ്ങനത്തെ താല്പര്യങ്ങൾക്ക് അവരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് എന്റർപ്രൈസിങ്. ഇപ്പോ കുട്ടികൾ എന്തെങ്കിലും ഓർഗനൈസേഷനിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാന്ന് വെച്ചാൽ അവർക്ക് HR മേഖലയിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിലോ ഒക്കെ നല്ലതായിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ദെൻ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് മേഖല, സ്ട്രക്ചേർഡ് ആയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഡാറ്റ അനലിസ്റ്റ്. അങ്ങനത്തെ സ്ട്രക്ചേർഡ് ആയിട്ട് പോകുന്ന കുട്ടികളെയും കാണാൻ സാധിക്കും. അപ്പൊ അതാണ് റിയാസിക് മോഡൽ. ജോൺ എൽ ഓളൻഡ് എന്ന പ്രശസ്തനായ കരിയർ ശാസ്ത്രജ്ഞൻ രൂപപ്പെടുത്തിയ റിയാസിക് മോഡൽ, ഓളൻഡ് തിയറി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ആർട്ടിസ്റ്റിക് പീപ്പിളിന് ക്രിയേറ്റീവ് ആയിട്ട് ജോബിലായിരിക്കും താല്പര്യം. അദ്ദേഹം പറയുന്നത് അനുസരിച്ച് പേഴ്സണാലിറ്റിയും ജോബും അതേപോലെ തന്നെ ഇൻട്രസ്റ്റും മാച്ച് ചെയ്താൽ നല്ലൊരു ജോബിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റിന് ഡിഫറെന്റ് ആയിട്ട് ഒരു കരിയർ ചേഞ്ച് വന്നാൽ നമുക്ക് എപ്പോഴും ഡിസാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്സും എല്ലാതും ആയി നമ്മൾ ആ ജോലിയിൽ ഒരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല. ആ ജോലിയിലേക്ക് ഒരു ഔട്ട്കം നല്ലതായിരിക്കില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് കരിയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുക എന്ന് വെച്ചാൽ ഈ
4 ഘടകങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്ന് പേഴ്സണാലിറ്റി, പിന്നെ നമ്മുടെ ഇൻട്രസ്റ്റ്, സ്കിൽ ആൻഡ് സ്ട്രെങ്ത്, അതേപോലെ നമ്മുടെ ജോബ് മാർക്കറ്റ് വാല്യൂ, ജോബ് മാർക്കറ്റ് ഡിമാൻഡ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നല്ല രീതിയിൽ നമുക്ക് ഒരു കരിയർ തിരഞ്ഞെടുക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഈ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? കോമൺ ആയിട്ട് കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ്. കൂട്ടുകാര് വല്ലവരും ഉണ്ടെങ്കിൽ അവര് ഏതാണോ ചൂസ് ചെയ്യണത് അതങ്ങ് പോയി ചൂസ് ചെയ്യും. എന്റെ ഫ്രണ്ട്സ് അതാണ് എടുത്തത്, ഇപ്പൊ ഞാനും അത് പോയി എടുക്കട്ടെ. രണ്ടാമത്തത് വേറെ എന്തെങ്കിലും ഉണ്ടോ? പാരന്റ്സിന്റെ നിർബന്ധം. പാരന്റ്സിന്റെ പ്രഷർ. ഞാൻ ഡോക്ടറാണ്, എന്റെ മോനും ഡോക്ടർ ആവണം. ഞാൻ ടീച്ചറാണ്, എന്റെ മോനും ടീച്ചർ ആവണം. അങ്ങനെ പാരന്റ്സിന്റെ നിർബന്ധം. വേറെ എന്തെങ്കിലും അടുത്ത ഉണ്ടോ? സ്ഥലത്ത് അവൈലബിലിറ്റി ഉള്ളത് ഏതാണോ, ദൂരേക്ക് പോവാണ്ട് അടുത്ത് എന്താണോ കിട്ടുക, അങ്ങനത്തെ ഒക്കെ ചൂസ് ചെയ്യാറുണ്ട്. പാരന്റ്സ് വിടത്തില്ല ദൂരേക്ക്. പാരന്റ്സ് വിടാണ്ടിരിക്കാനായിട്ട്, പാരന്റ്സിന്റെ കൂടെ നിൽക്കാനായിട്ട് അടുത്ത ഏതാണോ നല്ലത് അത് ചൂസ് ചെയ്യും. പിന്നെ സാലറി, ഫിനാൻസ് പ്രോബ്ലംസ് ഉള്ള പ്രൊഫഷൻ ചില കുട്ടികൾ എടുക്കില്ല. അവർക്ക് വഹിക്കാനായിട്ട് സാധിക്കില്ല പാരന്റ്സിനെ കൊണ്ട്. ഫിനാൻഷ്യല് ഭയങ്കര ഫീസ് വരുന്ന പ്രൊഫഷൻ അവര് എടുക്കാറില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ഒരു മിസ്റ്റേക്സ്. ചിലര് നമ്മുടെ ശമ്പളം മാത്രം നോക്കിയെടുക്കുന്ന, സാലറി മാത്രം നോക്കി പ്രൊഫഷൻ തിരഞ്ഞെടുക്കും. കുട്ടികളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ആ പ്രായത്തില് ഏറ്റവും കൂടുതൽ സാലറി ഏതാ ജോബിന് പോകാന്ന്. പക്ഷെ ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ജോബ് എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ഡിഫൻസ് ഉണ്ട്. ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ലോങ് ടേം വർക്ക് വേണം, സ്ട്രെസ് ഉണ്ടാവും. അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ആ ജോലി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ സ്വയം മനസ്സിലാക്കുക, നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുക, അവസരങ്ങൾ അന്വേഷിക്കുക, സന്തോഷം നൽകുന്ന വഴി തിരഞ്ഞെടുക്കുക. നമ്മൾക്ക് കരിയറിൽ മോർ ദാൻ 5000 കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കരിയറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ഏതൊക്കെ കരിയർ ഓപ്ഷൻസ് ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യണം. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി തിരഞ്ഞെടുത്താൽ അപ്പോൾ ഒരു ദിവസം പോലും നമുക്ക് ജോലി ചെയ്യുന്നതായിട്ട് തോന്നില്ല. അതാണ് പില്ലേഴ്സ് ഓഫ് കരിയർ ചോയ്സിന്റെ പില്ലേഴ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു കരിയർ ചോയ്സിൽ, എങ്ങനെ ഒരു കരിയർ നമുക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്, ഒരു പാരന്റ്സിന്റെ പങ്ക് എന്താണ്, പാരന്റ്സ് എന്ത് പങ്ക് വഹിക്കുന്നു എന്നതിനെ പറ്റിയാണ്. നമുക്കപ്പോൾ അതൊരു 2 കാലഘട്ടമായിട്ട് നമുക്ക് തിരിക്കാം. ഒരു 7 to 13 വരെയുള്ള ഏജസിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. 7 to 13 എന്ന് പറയുമ്പോൾ അത് കുട്ടികളുടെ ഒരു വളർച്ച കാലഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ആണ്. അപ്പൊ കുട്ടികളെ നമ്മൾ എന്തിലൊക്കെ വളരാനായിട്ട് സഹായിക്കണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്കിൽസ് വളർത്തിയെടുക്കാനായിട്ടാണ്. എന്ത് തരം സ്കിൽസ്? സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പ്രധാനമായും ഒരു 20 സ്കിൽസ് ഉണ്ട്. അതായത് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ദെൻ ടൈം മാനേജ്മെന്റ്, പ്രോബ്ലം സോൾവിങ്, പേഷ്യൻസ്, ലിസണിങ് സ്കില്ല്, ടീം വർക്ക്, അങ്ങനെ 20 സ്കില്ലുകളുണ്ട്. അപ്പൊ ആ സ്കില്ലുകൾ എങ്ങനെ വളർത്തിയെടുക്കാം? കുട്ടികളെ എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുപ്പിക്കുക. കൃത്യമായി പറയുന്ന സ്കൂളിൽ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പീച്ച് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ സ്പീച്ച് കോമ്പറ്റീഷന് പങ്കെടുപ്പിക്കുക. ആദ്യത്തെ പ്രാവശ്യം തെറ്റിക്കോട്ടെ, പക്ഷെ നമ്മൾ നന്നായി എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. എൻകറേജിങ് വേർഡ്സ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്കില്ല് അവനിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സ്പോർട്സിൽ ഐറ്റംസിൽ ഫുട്ബോളിലോ ക്രിക്കറ്റിലോ ഒക്കെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സ്കില്ല് എന്താണ്? ടീം വർക്ക് സ്കില്ല് രൂപപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ അങ്ങനെ പലതരം സ്കില്ലുകൾ, എന്തെങ്കിലും സയൻസ് എക്സിബിഷന് പങ്കെടുക്കുക, അപ്പൊ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കിട്ടും.
എന്തെങ്കിലും ഇപ്പോഴത്തെ പോസ്റ്റർ മേക്കിംഗ് അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അപ്പൊ ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടികൾ അതിൽ വളരും. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് സ്കിൽസ് നമ്മൾ ആ പ്രായത്തിൽ വളർത്തിയെടുക്കാൻ സാധിച്ചാലാണ് നമുക്ക് ഒരു സോഫ്റ്റ് സ്കില്ല് വളരെയധികം ഇമ്പ്രൂവ് ഉള്ള ഒരു കുട്ടീനെ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും അക്കാഡമിക്കലി നല്ല ബ്രില്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഹാർഡ് സ്കിൽസ് അവർക്ക് ഉണ്ട്, പക്ഷെ സോഫ്റ്റ് സ്കിൽസിൽ അവര് ഭയങ്കര വീക്കാണ്. എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്ത് എങ്ങനെയാ, നമ്മള് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കൂട്ടം കൂടി പോയി കളിക്കും അല്ലെ, ഏത് വീടുകളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് അഡാപ്റ്റബിലിറ്റി ഉണ്ട്. ആ സ്കില്ലൊന്നും ഇന്നില്ല. ഒരു വീട്ടിൽ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, അവിടുത്തെ കുട്ടികൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഒരു അഡാപ്റ്റബിലിറ്റി നേച്ചർ ഉണ്ട്, എവിടെ പോയാലും നമ്മൾ ജീവിക്കും. അപ്പൊ ഇന്ന് സ്കൂളുകളിൽ എനിക്ക് പരിചയമുള്ള ഒരു സ്കൂളിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അട്ടപ്പാടിയിലേക്ക് കൊണ്ടുവന്നൊരു, അട്ടപ്പാടി അവിടെ ആദിവാസി കോളനിക്ക് കൊണ്ടുപോയി അവർ 10 ദിവസത്തെ ക്യാമ്പ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ക്യാമ്പുകളൊക്കെ സ്കൂളുകളിൽ നടത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കുട്ടികൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി, അവരുടെ കൾച്ചർ മനസ്സിലാക്കി. അപ്പൊ അങ്ങനത്തെ സ്കില്ലുകൾ വളരാനായിട്ട് ആ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഡിഫറെന്റ് കരിയർ ഓപ്ഷൻസ് എന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഏതൊക്കെയാണ് നമ്മള് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സിനെ കാണിച്ചു കൊടുക്കാം, അവരുടെ ജോലി എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം, നഴ്സിനെ കാണിച്ചു കൊടുക്കാം. ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഒരു ഫയർ എഞ്ചിൻ പോകുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ വർക്കുകൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു കോടതി കാണിക്കുമ്പോൾ അവര് അഡ്വക്കേറ്റ്സിന്റെ ജോലി, അങ്ങനെ എല്ലാ കരിയർ പ്രൊഫഷൻസും ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഒരിക്കലും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യരുത്, പാരന്റ്സ് ഒരിക്കലും ഇൻസിസ്റ്റ് ചെയ്ത് ഇന്ന പ്രൊഫഷൻ എടുക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യാതെ അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കി കൊടുക്കുക. അതേപോലെ വ്യക്തമായ മാർഗനിർദ്ദേശം അവർക്ക് കൊടുക്കാം. അപ്പോൾ 7 to 13 ഇയേഴ്സിൽ പാരന്റ്സിന്റെ റോള് ഇതാണ്. ഇനി 14 to 17 ഇയേഴ്സ് അവിടെയാവുമ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് വ്യക്തമായി ഇന്ന കരിയർ പോകണമെന്ന്, അല്ലെങ്കിൽ ഇന്ന സ്ട്രീമിലേക്ക് പോകണമെന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കുട്ടികൾക്ക് വരും. എല്ലാവരും ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 9ാം ക്ലാസ് ആവുമ്പോൾ കുട്ടികൾ പറഞ്ഞു തുടങ്ങും, എനിക്ക് സയൻസ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് കോമേഴ്സ് ആണ് ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് സയൻസ് സ്ട്രീമാണ് ഇഷ്ടം എന്ന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കും. അപ്പോൾ മുതൽ നമ്മൾ ഒരു 10th എക്സാമുകളൊക്കെ കഴിയുമ്പോൾ 11th നമ്മൾ സയൻസ് സ്ട്രീം, കോമേഴ്സ് സ്ട്രീം, ഇഷ്ടംപോലെ സ്ട്രീംസ് ഉണ്ട് ഇപ്പോൾ. അപ്പൊ ആ സ്ട്രീംസിലേക്ക് നമ്മൾ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് വിടുക. അപ്പോൾ നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യണം. എന്താണ് ഷോർട്ട് ടേം ഗോൾസ്, ലോങ് ടേം എന്താണ് ഗോള്, ഷോർട്ട് ടേം എന്താണ് ഗോള്. നമ്മളൊരു 10th കഴിഞ്ഞാൽ തന്നെ അപ്പോൾ നമ്മളൊരു തീരുമാനം എടുക്കണം, 12th കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രൊഫഷനിലേക്ക് ആ കുട്ടിയെ വിടണം എന്നുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ താല്പര്യത്തിനും കഴിവിനും അനുസരിച്ച് കൃത്യമായ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ 12th കഴിഞ്ഞല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേർത്തുമ്പോൾ ആ കുട്ടിയോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, where do you see yourself after 10 years? 10 വർഷം കഴിഞ്ഞാൽ നീ എവിടെയായിരിക്കും എന്ന് ചോദിക്കുക. മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എന്ത് പറയും കുട്ടികൾ, എന്ത് പറയും? കുട്ടികൾക്ക് ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ സ്വപ്നത്തിനനുസരിച്ച് ഒരു പറയും, ഇന്ന പോസ്റ്റിൽ ഇന്ന കമ്പനിയിൽ ഞാൻ ഇരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ വാർത്തെടുക്കണം. അപ്പൊ അവിടെ ആ സ്വപ്നം, അപ്പൊ നമ്മൾക്ക് ആ കരിയറിന് അങ്ങോട്ട് റിവേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ആ റിവേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്യുന്ന, ഇപ്പൊ നമ്മളൊരു നല്ലൊരു MNCയിൽ ഇന്ന പോസ്റ്റിലാണ് ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു പ്രൊഫൈല് നമുക്ക് ലിങ്ക്ഡിനിൽ, അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ പ്രൊഫൈല് ലിങ്ക്ഡിൻ ഇതിലൊക്കെ ഉണ്ടായിരിക്കും, ലിങ്ക്ഡിൻ നെറ്റ്വർക്കിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ പ്രൊഫഷണൽ നെറ്റ്വർക്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ അവിടെ നിന്ന് നോക്കിയിട്ട് അയാൾ എങ്ങനെ അവിടെ എത്തിച്ചേർന്നു, എന്തൊക്കെ ചെയ്തിട്ടാണ് അവിടെ എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്കത് കഴിഞ്ഞ് റിവേഴ്സ് ആയിട്ട്, അപ്പൊ എന്തൊക്കെ കോഴ്സുകൾ എടുത്തു, എവിടെയാണ് ആ കോഴ്സ് എടുത്തത്, എന്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ചെയ്തു, എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്തത്, അങ്ങനെ അതിലേക്ക്. അപ്പൊ ഇവിടെ നിന്ന് റിവേഴ്സ് ആയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് അല്ലെങ്കിൽ പ്രൊഫഷണലിൽ ഫസ്റ്റ് ഇയർ ഞാൻ എന്തൊക്കെ ചെയ്യണം, സെക്കൻഡ് ഇയർ ഞാൻ എന്തൊക്കെ ചെയ്യണം, തേർഡ് ഇയർ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടും.
അപ്പൊ കൃത്യമായിട്ട് ആ ജോലിയിലേക്ക് അല്ലെങ്കിൽ ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതാണ് 14 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ 2 പാർട്ടായിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ സ്വപ്നങ്ങളാണ് കൊടുക്കുന്നത്. സ്വപ്നം വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ കൃത്യമായിട്ട് കരിയർ ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, അതിലേക്ക് എത്തിച്ചേരുന്നു. ആക്ടിവിറ്റി പറയാം. ഒരു കൃത്യമായിട്ട് ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനായിട്ട് എന്തൊക്കെയാണ് എൻ്റെ കുട്ടികളുടെ, ഇപ്പൊ നമ്മളൊക്കെ പ്രൊഫഷണൽസ് ആണല്ലോ, അപ്പൊ കുട്ടികൾക്ക് കുട്ടികളുടെ ടോപ്പ് സ്ട്രെങ്ത് എന്താണ്? ഒന്നാമത്തെ കാര്യം. എൻ്റെ കുട്ടിയുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണ്? എൻ്റെ കുട്ടിയുടെ 2 താല്പര്യങ്ങൾ എന്താണ്? എൻ്റെ ഫിനാൻഷ്യൽ ഗോൾ എന്താണ്? എൻ്റെ ലൈഫ് സ്റ്റൈൽ ഗോൾ എന്താണ്? ഇതിൽ നമ്മളൊരു കരിയർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായിട്ട് ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റലിജൻസസ് ആണ്. ഒരു ആൾക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ് കൂടുതലെങ്കിൽ അദ്ദേഹത്തെ മ്യൂസിക് സ്മാർട്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ മ്യൂസിക് സ്മാർട്ട് ആയ ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഉണ്ടാവും പറയാൻ പറ്റും? മ്യൂസിക് സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് എന്തൊക്കെ കരിയർ? മ്യൂസിക് ടീച്ചർ ആവാം, ഡയറക്ടർ ആവാം. യെസ്. അപ്പൊ സൗണ്ട് എഞ്ചിനീയർ ആകാം, മ്യൂസിക് ഡയറക്ടർ ആവാം, മ്യൂസിക് ടെക്നോളജി സ്പെഷ്യലിസ്റ്റ് ആവാം. അങ്ങനെ ഒരുപാട് കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട്. അതേപോലെ അടുത്ത് ഒരെണ്ണാണ് നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ്. നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നേച്ചർ സ്മാർട്ട്. നേച്ചർ സ്മാർട്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കരിയേഴ്സ് ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ പറ്റില്ലേ അവർക്ക്? അഗ്രികൾച്ചർ, സയന്റിസ്റ്റ്, പിന്നെ എക്കോളജിസ്റ്റ്, പിന്നെ ഫോറസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഫോറസ്റ്റ് റിലേറ്റഡ് കാര്യങ്ങള്, അതൊക്കെ ഫാമിംഗ്. ഓക്കെ, താങ്ക് യു എവരി വൺ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലേക്ക് പോകാം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്നതാണ് വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. വെർബൽ ഓർ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ വേർഡ് സ്മാർട്ട്. അതായിരിക്കും വേർഡ് സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ ആരായിരിക്കും? ട്രെയിനർ ആവാം, ടീച്ചർ ആവാം, ജേർണലിസ്റ്റ് ഒക്കെ ആവാം. ദെൻ ലോജിക്കൽ ഓർ മാത്തമാറ്റിക്കൽ സ്മാർട്ട്, നമ്പർ സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ ഏതായിരിക്കും? എഞ്ചിനീയറിംഗ്, മാത്തമാറ്റീഷ്യൻ, യെസ്, എഞ്ചിനീയറിംഗ് ഉള്ള ആള്. എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഒക്കെ ആവാം. അതേപോലെ ബോഡിലി ഓർ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള ആൾക്കാർ, അതായത് അവര് ആരായിരിക്കും? ഫിറ്റ്നസ് ട്രെയിനർ, അത്ലറ്റ്, സ്പോർട്സ് കോച്ച്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഒക്കെ ആവാം. പോലീസ്, മിലിറ്ററി ഒക്കെ ആവാം, എല്ലാം ആവാം. ഓക്കെ, താങ്ക് യു എവരി വൺ. അതുപോലെ തന്നെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആർക്കാണ് ഏറ്റവും വേണ്ടത്? പൊളിറ്റീഷ്യൻ, അതായത് പീപ്പിൾ സ്മാർട്ട്, അഡ്വക്കേറ്റ്സ്, ടീച്ചേഴ്സ്, കൗൺസിലേഴ്സ്, സൈക്കോളജിസ്റ്റ് ഒക്കെ പീപ്പിൾ സ്മാർട്ട് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സ്മാർട്ട് ആയിട്ടുള്ള കരിയർ ആർക്കായിരിക്കും? സൈക്കോളജിസ്റ്റ്, ബിസിനസ്മാൻ, പെർഫോമിംഗ് ആർട്ടിസ്റ്റ്, HR മാനേജർ, സോഷ്യൽ വർക്ക് ഒക്കെ വരുന്നത് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. പിന്നെ വരുന്നത് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. അതാരാണ്? സ്പിരിച്വൽ സ്മാർട്ട്.
തിയോളജിയൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ടീച്ചർ അവരൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ ഒരെണ്ണം വരുന്നത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇന്റലിജൻസ്, പിക്ചർ സ്മാർട്ട്, ആർട്ടിസ്റ്റ്, ഒരു ആർക്കിടെക്ചർ ഒക്കെ ആർക്കിടെക്ചർ, ഇന്റീരിയർ ഡിസൈനർ, ഇപ്പോ വെബ് ഡിസൈനർ, അവരൊക്കെ വരുന്നത് ഈ ഇന്റലിജൻസ് കൂടുതലുള്ളവരായിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസസ് ആ പറഞ്ഞത്. ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് നമുക്ക് പല ക്ലസ്റ്റേഴ്സിലേക്ക് പോകാൻ പറ്റുക. അതായത് നമുക്ക് ചിലപ്പോൾ വെർബൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടാവും, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉണ്ടാവും. അപ്പൊ ഏതാണ് നമ്മളിൽ കൂടുതൽ നിൽക്കുന്നത് അതനുസരിച്ച് നമ്മൾക്ക് ആ കരിയർ ചൂസ് ചെയ്യാം. അപ്പോൾ 1, 2, 3 എണ്ണത്തില് കൂടുതലാണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് കരിയേഴ്സ് ഉണ്ടായിരിക്കും. അതിന് നമ്മൾക്ക് സഹായിക്കുന്ന ഒന്നാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. അപ്പൊ ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി നമുക്ക് ആ കരിയർ കൃത്യമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രധാനമായിട്ടും 16 കരിയർ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ആദ്യത്തെ കരിയർ ക്ലസ്റ്റർ പറയുന്നത് അഗ്രികൾച്ചർ, ഫുഡ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. അതാണ് അഗ്രികൾച്ചർ, ഫുഡും നാച്ചുറൽ റിസോഴ്സസ്. രണ്ടാമത് വരുന്നത് ആർക്കിടെക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ. ഞാൻ ജസ്റ്റ് അതിന്റെ ക്ലസ്റ്റേഴ്സിന്റെ നെയിം മാത്രം വായിക്കണുള്ളൂ കേട്ടോ. മൂന്നാമത് ആർട്സ്, ഓഡിയോ, വീഡിയോ ടെക്നോളജി. നാലാമത് ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അഞ്ചാമത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. 6th ഫിനാൻസ് ബാങ്കിങ്. 7th ഗവൺമെന്റ് ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. 8th ഹെൽത്ത് സയൻസ്. 9th ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം. 10th human services. 11th IT, information technology. 12th law, public safety. And 13th manufacturing. 14th marketing, sales and service. 15th STEM, science, technology, engineering and mathematics. 16th transportation and distribution and logistics. ഇഷ്ടം പോലെ ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഇന്റലിജൻസ് അത് റിലേറ്റഡ് ആയിട്ട് ആ കരിയറൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് നെറ്റ്വർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. ആരും ടെസ്റ്റുകൾ നടത്തി ആരും ജോലി സാധ്യതയൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾക്ക് നെറ്റ്വർക്ക് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. എന്താണ് നെറ്റ്വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ട് ഒരു പരിചയക്കാരുടെ എണ്ണം കൂട്ടുന്നതല്ല, അല്ലെങ്കിൽ വിശ്വാസം, പരസ്പര സഹായം, വിവരങ്ങൾ പങ്കിടൽ, അവസരങ്ങൾ കണ്ടെത്തി നമ്മളെ സഹായിക്കുന്ന ഒരു ശൃംഖലയാണ് നെറ്റ്വർക്ക്. നമുക്ക് എക്സാമ്പിൾ പറയുന്നത് ലിങ്ക്ഡിൻ നെറ്റ്വർക്ക് ഉണ്ട്, അതേപോലെ ഇൻഡീഡ് ഉണ്ട്, ഗ്ലാസ് ഡോർ ഉണ്ട്. അതിലൊക്കെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആളുകളായിട്ട് കൂടുതൽ പ്രൊഫഷണൽ ആളുകളായിട്ട് നമുക്ക് കൂട്ടുകൂടാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഒഴിവുകളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ആ റെഫറൻസ് വഴി നമുക്ക് ജോലികളിലേക്ക് കയറി പറ്റാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്, പിന്നെ റോൾ ഓഫ് പാരൻസിന്റെ എന്താണ് പങ്ക്, നമ്മൾ ഡിഫറെന്റ് ഇന്റലിജൻസസിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഡിഫറെന്റ് കരിയർ ക്ലസ്റ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇന്നത്തെ കാലത്ത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ നടക്കുന്നത് പ്രധാനമായും 3 പ്രോസസ്സുകളുടെയാണ്. ഫസ്റ്റ് അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തും, ദെൻ ഇന്റർവ്യൂ, അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷൻ, അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ. ആ ഈ 3 പ്രോസസ്സ് കഴിഞ്ഞാലാണ് ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റ് സാധ്യമാക്കുക. അപ്പൊ അതിനൊക്കെ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അങ്ങനത്തെ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കണം. മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമാണ്, അതായത് നമ്മളിപ്പോൾ ഏത് ഗവൺമെന്റ് മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ കൃത്യമായിട്ട് നോക്കുന്ന ഒരു കാര്യം ടൈം മാനേജ്മെന്റ് ആണ്, അല്ലേ? അപ്പൊ ആ ടൈം മാനേജ്മെന്റ് ഉണ്ടാവാനായിട്ട് എത്ര മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ പറ്റുമോ അത്രയ്ക്കും മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം. ഇപ്പൊ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്, അപ്പൊ നമ്മളൊരു PSC അല്ലെങ്കിൽ UPSC ആണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ നമ്മൾ അതനുസരിച്ച് കൃത്യമായ മോക്ക് ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. അപ്പൊ മോക്ക് ടെസ്റ്റുകൾ എത്ര ചെയ്യുന്നു അപ്പൊ നമുക്ക് ടൈം മാനേജ്മെന്റ് കിട്ടും. പിന്നെ പറയുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ
ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? ഗ്രൂപ്പ് ഡിസ്കഷനിൽ സമാധാനപരമായ ഒരു ചർച്ചയാണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അവരവരുടെ പോയിന്റ് പിടിച്ച് തർക്കിക്കുന്ന ഒരു അവസ്ഥ. ഇതിൽ ഒരു തർക്കത്തിന്റെ അവസ്ഥയില്ല. പ്രധാനമായിട്ട് 3 റോളുകളാണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഉള്ളത്. ഒന്ന് ഇനീഷ്യേറ്റർ ഉണ്ട്, ദെൻ ഒരു ഗേറ്റ് കീപ്പർ ഉണ്ടാവും, ദെൻ ഒരു കൺക്ലൂഡർ. ഇനീഷ്യേറ്റർ ആണ് നല്ല ആ ടോപ്പിക് തരുമ്പോൾ അതിനെക്കുറിച്ച് നല്ല ജ്ഞാനം ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു കോഴ്സോട് കൂടി നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ആ ടോപ്പിക് എന്ന് പറയും. ഗേറ്റ് കീപ്പർ എന്ന് പറഞ്ഞ റോളില് ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും, ആരെങ്കിലും ആ ടോപ്പിക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാന്ന് വെച്ചാൽ അവരെ തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്ത് എന്തെങ്കിലും ക്ലൂ കൊടുത്ത് അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇനിയിപ്പോ ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മപ്പ് ചെയ്ത് ഒരാൾ പറയണം, അതാണ് കൺക്ലൂഡർ. അപ്പൊ ഈ 3 റോളുകൾക്കും നല്ല പോയിന്റ്സ് കിട്ടും, അവരെ റിക്രൂട്ട് ചെയ്യും. അപ്പൊ ഏറ്റവും സ്മാർട്ടായിട്ട് അക്കാദമിക്കലി എത്ര ബ്രില്യൻ്റ് ആണോ എന്ന് വെച്ചിട്ട് കാര്യമില്ല, ഏറ്റവും സ്മാർട്ടായിട്ട് ആരാണ് ഇതിൽ പങ്കെടുക്കുന്നത് അവർക്ക് ജോലി കിട്ടുന്നതായിരിക്കും. ഇന്റർവ്യൂ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് അറിയാം, ഇന്റർവ്യൂവില് നമ്മൾ പണ്ടത്തെ പോലെ റെസ്യൂം അല്ല, ഇന്ന് ATS റെസ്യൂമാണ്. അപ്പൊ നല്ല കമ്പനികളിലൊക്കെ ATS ആണ്, അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ AI ആണ് റെസ്യൂം നോക്കുന്നത്. നമ്മൾ അവര് എന്താണ് ജോബ് ഡിസ്ക്രിപ്ഷനിലുള്ള കാര്യങ്ങൾ അതനുസരിച്ചിട്ടുള്ള കീവേഡ്സും അതനുസരിച്ചിട്ടുള്ള സ്കിൽസും നമ്മുടെ റെസ്യൂമിൽ ഇല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി റിജക്ട് ചെയ്യും. നമ്മൾ ചിലപ്പോൾ വിവരിച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ആ വിവരിച്ച കാര്യങ്ങൾ AIക്ക് ഒരിക്കലും മനസ്സിലാകില്ല, അപ്പം റിജക്ഷൻ വരും. അപ്പൊ ATS റെസ്യൂമിനെ കുറിച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, എങ്ങനെയാണ് അതിന്റെ ഫോർമാറ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കുക. അപ്പൊ നല്ലൊരു കരിയർ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ ഒരുപാട് എക്സാംസ് ഉണ്ട് അല്ലെ, എൻട്രൻസ് എക്സാംസ് ഒരുപാടുണ്ട്. ഫസ്റ്റ് നമ്മളിപ്പോ നീറ്റ് പറയും, കീം പറയാം, JEE ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പൊ ലോയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാറ്റ് ഉണ്ട്, NLU നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്, അതേപോലെ NIFT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് NID ഉണ്ട്. അങ്ങനെ ഒരുപാട് എക്സാംസ് ഉണ്ട്, എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എല്ലാതും അവൈലബിൾ ആണ്. ഇന്ന് ഗൂഗിളിലുള്ള കാരണം പണ്ടത്തെ പോലെ നമുക്ക് ബുക്കുകൾ വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അറിവും നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് കുട്ടികളെ പ്രാപ്തരാക്കുക, ആ രീതിയിലേക്ക് എത്തിച്ചേരാൻ അവരെ പരിശ്രമിപ്പിക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇന്നിവിടെ എൻ്റെ ക്ലാസ് കേൾക്കാൻ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജുവൽ മാം. ക്ലാസിന്റെ ഫീഡ്ബാക്കോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലൊക്കെ പ്ലീസ് കം ഫോർവേഡ്. ഗുഡ് ഈവനിങ്. ക്ലാസ് വളരെ നല്ല രീതിയിൽ ആ ടോപ്പിക്ക് കവർ ചെയ്ത് കേട്ടോ. പിള്ളേരുടെ ഇൻട്രസ്റ്റും ഒക്കെ എങ്ങനെയാ മനസ്സിലാക്കുന്നതെന്ന് അവിടെ തൊട്ട് എങ്ങനെയാ അവരെ അതിൽ ഗൈഡ് ചെയ്യുന്നതെന്നുള്ളതും, പിന്നെ എന്തെല്ലാം ഓപ്ഷൻസ് ആണ് 9 ടൈപ്സ് ഓഫ് സ്മാർട്ട് ഏരിയാസ് കവർ ചെയ്തു. പിന്നെ വേരിയസ് ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അതിലൊക്കെ പിള്ളേരെ നമ്മൾക്ക് ഗൈഡൻസ് കൊടുത്ത് വിടാൻ പറ്റുന്ന എന്നുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ, സോഫ്റ്റ് ആയിട്ടാണെങ്കിലും സോഫ്റ്റ് സ്പോക്കൺ ആണെന്ന് തോന്നുന്നു. പക്ഷേ അതെ അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ യു കവേർഡ് ദ ടോപ്പിക് റിയലി വെൽ. എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാം കവർ ചെയ്തു. നല്ലൊരു ഐഡിയ ഇതിനെ റിലേറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് കിട്ടും. ഇൻഫാക്ട് ഏത് തരം പ്രൊഫഷനിലാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള അതും ഒക്കെ കവർ ചെയ്തു. സോ ഗുഡ് ജോബ്, വെൽ ഡൺ, കൺഗ്രാറ്റുലേഷൻസ്. നല്ല ഒരു പ്രസന്റേഷൻ ആണ് ചെയ്തത്. പാരന്റ്സിനും കുട്ടികൾക്കും ഈക്വലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. കരിയർ ചോയ്സിലേക്ക് എത്തി നിൽക്കുന്ന കുട്ടികളുള്ള പാരന്റ്സിന് പ്രത്യേകിച്ചും, അതുപോലെയുള്ള കുട്ടികൾക്കും പ്രത്യേകിച്ചും
വളരെ ഉപകാരപ്രദമായിട്ട് രീതിയിൽ വളരെ സരളമായ ഭാഷയിൽ എല്ലാ പോയിന്റ്സും ഒക്കെ കവർ ചെയ്ത് പറഞ്ഞു. വളരെ നന്നായി. ഓക്കെ, താങ്ക് യു മാൻസിജി. എന്റെ കൂടെ കരിയർ കൗൺസിലായിട്ട് ഇവിടെ പോണതാണ് കേട്ടോ. ഞങ്ങൾ ഒരുമിച്ച് എന്റെ ഫ്രണ്ടാണ്. രണ്ടേക്ക് ഒരുമിച്ചാണ് ക്രൈസ്റ്റിൽ വർക്ക് ചെയ്യണത്. ഞങ്ങൾ 6 പേരുണ്ട്. ഓക്കെ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ചാണ് കയറാൻ പറ്റിയത്, കാരണം ആദ്യം കുറച്ച് തിരക്കായിപ്പോയി. എന്നാലും അതിന് ഇന്റലിജൻസിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം യൂസ്ഫുൾ ആണ്. ഞാനും ഒരു സൈക്കോളജിസ്റ്റ് ആണ്, അപ്പം ക്ലിനിക്ക് ഉണ്ട്. അപ്പൊ അവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നതാണ്. എന്നാലൊരു ബ്രഷ് അപ്പ് എന്ന നിലയ്ക്കാണ് ഞാൻ ഈ കോഴ്സിൽ കയറിയത്. ഭയങ്കരമായിട്ട് കാരണം പുതിയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടു. വളരെ നന്നായിരുന്നു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. താങ്ക് യു. താങ്ക് യു മാം. ജുവൽ മാം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു +2 സ്റ്റുഡന്റിന്റെ പേരന്റ് എന്ന നിലയ്ക്ക് ഇപ്പോഴിങ്ങനെ ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്കും ഇത് വളരെ എന്താ പറയുക, എന്നെ സംബന്ധിച്ച് വളരെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞു കേട്ടതൊക്കെ. അപ്പൊ ഇത് വളരെ നല്ലൊരു ടോക്കാണ്. ഈ വിവരങ്ങൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് നമ്മൾ ഹൈസ്കൂളുകളിൽ അല്ലെ 9th സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ കുറച്ചും കൂടി കൊടുക്കാനുള്ള സംവിധാനം സ്കൂളുകൾ അല്ലെങ്കിൽ സർക്കാരുകൾ മാനേജ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരു വഴി തെറ്റി മീൻസ് സ്വന്തം വഴി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റാനുള്ള ഒരു വലിയ കാര്യമാണ്. അപ്പൊ മാം സെലക്ട് ചെയ്ത സബ്ജക്റ്റും അതിന്റെ വിവരണങ്ങളും ഓരോ ഭാഗവും പ്രത്യേകമായിട്ട് വളരെ നല്ലതാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. കൃത്യമായിട്ട് ഐഡിയ കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 7th തുടങ്ങി നമ്മൾ കൃത്യമായിട്ട് ഐഡിയ കൊടുക്കാന്ന് വെച്ചാൽ കുട്ടികൾ ആ ഗോളിലേക്ക് എത്തും, തിരിച്ച് കൃത്യമായിട്ട് എത്തും. ആ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവര് സ്മാർട്ട് ആയിരിക്കും എല്ലാ ആക്ടിവിറ്റീസിലും. ഒരു പരിധിവരെയുള്ള കുട്ടികൾ ഇപ്പം എന്താ പറയാ ഈസി വേയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പൊ അവർക്ക് എളുപ്പത്തിൽ എങ്ങനെ കിട്ടാമെന്ന്, അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡ് എളുപ്പത്തില് എങ്ങനെ പൈസക്കാരാവാന്നാണ് ആലോചിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ശരിക്കും അവരുടെ ആറ്റിറ്റ്യൂഡും എന്താണെന്ന് നോക്കാതെ തന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഈസി വേയിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നവരെ ശരിക്കും ഡയറക്റ്റ് ചെയ്ത് ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത്തരം മാം തന്നതുപോലുള്ള ഒരു ക്ലാസ് ഒരു എന്താ പറയുക ഒരു വൈഡ് റേഞ്ചിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ. താങ്ക് യു. Good evening, Jewel ma'am. Good morning. Good evening. A very nice session, ma'am. Ma'amന്റെ expertise ഉള്ള ഒരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് you did it very well. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റും റെലവെന്റ് ആണ് മാം ഈ ടോപ്പിക് പറഞ്ഞതല്ലേ. ആൻഡ് യു ആർ ഓൾവേസ് പ്ലസന്റ്. സൂസൻ മാം പറഞ്ഞ മാതിരി യു ആർ റിയലി പ്ലസന്റ്. ആ പ്ലസന്റ് അപ്പിയറൻസ് തന്നെ gives charm to that session. പിന്നെ മാം വളരെ വൈഡായിട്ട് കവർ ചെയ്തു. പില്ലേഴ്സ്, ദെൻ ഓരോ ഏജ്, പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റി. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗും ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് ആ ഇന്റലിജൻസ് ആണ്. ആ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടല്ലോ, ദാറ്റ് വാസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് എനിക്ക് ഒരു സംതിങ് ന്യൂ ആയിട്ട് ഫീൽ ചെയ്തതുണ്ട്. പിന്നെ മാം കാരിയർ ക്ലസ്റ്റേഴ്സ് പറഞ്ഞു, ദെൻ ഗ്രൂപ്പ് ഡിസ്കഷന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പാർട്സ് ഒക്കെ പറഞ്ഞു. സോ യു ടുക്ക് എ വെരി വൈഡ് വേ എക്സ്പ്ലെയിൻ ചെയ്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ടൈം നല്ലോണം കീപ്പപ്പ് ചെയ്തു. നമ്മൾ ഈ 22nd ബാച്ചിന്റെ ആൾക്കാർ ഈ ടൈം കീപ്പപ്പ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ യു മാനേജ് ഇറ്റ് വെരി വെരി വെൽ. പിന്നെ എനിക്ക് ഈ ATS സിസ്റ്റം ഇല്ലേ മാം, റെസ്യൂമേഡ്, നമ്മുടെ കുട്ടികൾ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഈ AI വെച്ചിട്ടാണ് വരുമ്പോ ദേ ഷുഡ് ബി ഏബിൾ ടു ഡെവലപ്പ് ദ സ്കിൽസ്. പിന്നെ ബിജു സർ പറഞ്ഞ മാതിരി എനിക്കും ഈ സെഷൻ ഈ കുട്ടികളെ ട്രെയിനിങ്ങും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഐ ഓൾവേസ് ഫീൽ ദാറ്റ് ഈ സ്കൂൾ ലെവൽ തന്നെ തുടങ്ങണം ഇത്. എസ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്ത് ഈ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അവനവൻക്ക് അവന്റെ ഇന്റലിജൻസ് അറിയണ്ടേ. ആ കോമ്പിനേഷൻസ് ഒക്കെ അറിയുമ്പോഴല്ലേ അവർക്ക് റൈറ്റ് ആയിട്ട്. പേരൻസ് ഓക്കെ, ദാറ്റ് ഈസ് വൺ പാർട്ട്. ഇപ്പൊ പേരൻസ് അവിടെ റോളിനെക്കാളും കുട്ടികളുടെ റോളാണ് ഇമ്പോർട്ടന്റ്. സെൽഫായിട്ട് അറിഞ്ഞിട്ട് റൈറ്റ് ചോയ്സ് എടുക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. മാമിന്റെ ടോപ്പിക് ഇറ്റ് സെൽഫ് ഈസ് റൈറ്റ് കാരിയർ, ബ്രൈറ്റ് ഫ്യൂച്ചർ. സോ ദ ചൈൽഡ് ഷുഡ് നോ വിച്ച് ഈസ് ഹിസ് റൈറ്റ് കാരിയർ.
only then the child's future will be bright എന്നുള്ളത്. Very nice session, ma'am. Congratulations. We need more sessions from you, and best wishes, ma'am. And I'm happy that you are of my batch. കുറച്ച് കുറേ മിസ്സായി മാം, പേഴ്സണൽ തിരക്ക് കാരണം. Really, I'm missing it. Thank you, ma'am. Thank you. Good morning, Jewel ma'am. Good evening. ഇന്ന് ഗുഡ് മോർണിംഗ് ഏതൊക്കെ പിടിച്ചിട്ടുണ്ട്. Yes, Rashida ma'am, പറയൂ. ഓക്കെ, ജ്വൽ മാം, ഞാൻ വൈകിയാണ് കയറിയത്. ഞാൻ ഓൺലൈൻ ഇല്ലാത്തതുകൊണ്ട് എന്റെ മൈൻഡിൽ നിന്ന് ഇത് പോയി. പിന്നെ ഓർത്തപ്പോ തന്നെ ഓടി വന്ന് ജോയിൻ ചെയ്തു. 7:36 ഒക്കെ ആയപ്പോ ജോയിൻ ചെയ്തത്. പക്ഷെ ആ ലാസ്റ്റ് 9th പോയിന്റ് പറയുമ്പോഴാണ് ജോയിൻ ചെയ്ത്. ഞാൻ എന്തായാലും റെക്കോർഡ് കാണും, കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണെന്ന് എനിക്കറിയാം. പിന്നെ മാമിന് നല്ല പ്ലസന്റ് ആയിട്ട് കോൺഫിഡൻസ് ഒക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു ആ പ്രസന്റേഷനിൽ. എന്തായാലും ഞാൻ ഫുൾ റെക്കോർഡ് കണ്ടിട്ട് എന്തായാലും ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു മാം. Thank you. No, miss ചെയ്തു. വിനേക മാം introduction was very good. Sorry, I forgot that. Thank you. Hi, Yes, good Rani. evening. വിനേകയുടെ ഇൻട്രൊഡക്ഷൻ, വിനേക മാമിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ നന്നായിരുന്നു. വളരെ വിപുലമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. നമ്മൾ നേരത്തെ പരിചയമുള്ളതുകൊണ്ട് ഒരു സ്പെഷ്യൽ താങ്ക്സ് എക്സ്ട്രാ. Thank you so much, Rani. പിന്നെ ജുവൽ മാം ആസ് യൂഷ്വൽ എന്താ പറയാ, ഒരു സ്കില്ല് ശരിക്കും പറഞ്ഞ എടുത്തിരുന്നു എന്ന് തോന്നുന്നു. ഒരു എന്താ ടീച്ചിങ് പ്രാക്ടീസിന്റെ സ്കില്ലാണോ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലാണോ, അത് വളരെ നന്നായിട്ട് കണ്ടിരുന്നു. ചിലക്ക് നോട്ട് നോക്കുന്നതൊക്കെ ആണെങ്കിൽ അതൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ നോക്കുമ്പോൾ പറഞ്ഞാൽ മൊത്തത്തിൽ കൊള്ളാവും. പക്ഷെ ഒരു നല്ലൊരു നോട്ട് നോക്കുന്നതിന് തന്നെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു താഴെ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ എന്റെ മോള് കുറച്ച് ലേറ്റ് ആയി പോയി മാമിന്റെ ക്ലാസ് കേൾക്കാന്ന് വിചാരിച്ചു. ഇതൊക്കെ പകർന്നു കൊടുക്കാനുള്ള സമയമില്ല. അവള് കുറച്ചും കൂടെ മുന്നോട്ട് പോയി. അപ്പൊ എന്നാലും മക്കള് വലുതായി കഴിഞ്ഞതിന് ശേഷം ഈ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത്. അവരൊക്കെ അവരുടെ കരിയർ എടുത്തതിന് ശേഷമാണ്. അപ്പൊ കുഴപ്പമില്ല, തുല്യ ദുഃഖിതരാണ്. കുഴപ്പമില്ല, പോട്ടെ. എന്തായാലും കുഴപ്പമില്ല. ഇനി വേറെ ഏതെങ്കിലും മക്കള് വളർന്നു വരുന്നുണ്ടല്ലോ, നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അവർക്ക് എന്തായാലും പ്രയോജനമായിക്കോട്ടെ. അതെ അതെ, ഇതിങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ജസ്റ്റ് ലിങ്ക് കൊടുത്താലെങ്കിലും അവർക്ക് അതൊരു ഇതായിട്ട് കിട്ടും. ഇപ്പൊ നല്ലൊരു എന്താ പറയാ, ആദ്യം തുടങ്ങി എങ്ങനെ ഫോർമാറ്റ് ചെയ്യണം എന്ന് ലാസ്റ്റ് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഒരു നല്ലൊരു സെഷൻ. എന്റെ ബാച്ച്മേറ്റ്സ് എന്ന് പറഞ്ഞാല് ചന്ദ്രമാൻ പറയണ പോലെ നമ്മൾ പൊളിക്കും, നമ്മൾ മിടുക്കന്മാരാ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു. ഞാൻ ഈ ഗ്രൂപ്പിൽ കയറിയത് തന്നെ ശരിക്കും വിനേക മാം ഇൻട്രോ പറയുന്നത് കൊണ്ടാണ്. കാരണം ഞങ്ങളൊരു ബാച്ച്മേറ്റ്സ് ആണ്. അപ്പൊ വിനയമാമിന്റെ ഇൻട്രോയെ പറ്റി പറയാൻ മറന്നുപോയി. വളരെ നല്ല ഇൻട്രോ ആയിരുന്നു. പിന്നെ ജുവൽ മാമിന്റെ ക്ലാസ്സിലേക്ക് അത് ഇൻവോൾവ് ആയി പോയത് കൊണ്ടാണ് ഇത് വിട്ടുപോയത്. അപ്പൊ വിനയമാമിനോട് സോറി ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ് യൂസ്, വെൽ ഡൺ. താങ്ക് യു. ദൈവമേ, ഗ്രൂപ്പുകാരും ബാച്ചുകാരും ഒക്കെ തിക്കി തിരക്കിയിട്ടാണ് സപ്പോർട്ട് ചെയ്യണത് അല്ലേ? വിനേക എന്റെ പഴയ ഫ്രണ്ടാന്നേ. അല്ല, മൊത്തത്തിൽ ആര് പറയുമ്പോഴും ചന്ദ്ര മാം ജുവൽ മാമിന്റെ കാര്യം പറയുമ്പോ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഓരോരുത്തരും അത് 22 ബാച്ചിന് ഭയങ്കര പ്രൗഡാണ്. ഞങ്ങളൊക്കെ ഭയങ്കര നല്ല അടിപൊളി പിള്ളേരാണ്. അതുകൊണ്ടാണ് നെറ്റിന്റെ കാര്യം പറഞ്ഞത്. ഓക്കെ, വിളിക്കുന്നത്. സോ ഐ തിങ്ക് വി വിൽ വൈൻഡ് അപ്പ് ദ സെഷൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ എ ഗ്രേറ്റ് ഇൻട്രോ വിനീക മാം, ആസ് വെൽ ആസ് വളരെ നല്ലൊരു സെഷൻ എടുത്തന്ന് ജുവൽ മാമിന് ഒരുപാട് നന്ദി. കരിയറിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞതുമാതിരി തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കേണ്ടത് പാരന്റ്സിനൊക്കെ ശരിക്കും പറഞ്ഞ ഇമ്പോർട്ടന്റ് ആണ്. പാരന്റ്സ് ആസ് വെൽ എസ് ചിൽഡ്രൻ. ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ബിസർ പറഞ്ഞ മാതിരി ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഇതുപോലത്തെ ക്ലാസ്സസ് എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇറ്റ് ഇസ് ഓൾവേസ് 9th 10th ഒക്കെ ആവുമ്പോഴാണ് അങ്ങനത്തെ ക്ലാസ്സസ് കൊടുക്കാറ്. ബട്ട് ഏർലി ടൈമിൽ തന്നെ അത് കൊടുത്താലാണ് ചൂസ് ചെയ്യാൻ ഒരു സൗകര്യം ഉണ്ടാവുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു സമയം ഉണ്ടാവുക. ലൈക്ക്
ഇപ്പൊ ISC ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ടോപ്പ് 5 മാർക്സ് ആണ് 10th എടുക്കുന്നത്. +2 എടുക്കുകയാണെങ്കിൽ ടോപ്പ് 4 മാർക്സ് ആണ്. സോ ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ കരിയർ എന്താണ് എന്ന് തീരുമാനം മുൻപേ എടുക്കാൻ പറ്റിയാൽ അവന്റെ ടോപ്പ് 5 ഏതാണ് അല്ലെങ്കിൽ ടോപ്പ് 4 ഏതാണെന്ന് ഹി ക്യാൻ ഡിസൈഡ് എർലിയർ അല്ലേ. അപ്പൊ അത്തരത്തിലുള്ള ക്ലാസ്സുകളൊക്കെ വളരെ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കുട്ടികൾക്ക് പലപ്പോഴും എക്സ്റ്റേണൽ ഒരു ഹെൽപ്പ് ഇല്ലാതെ സ്വമേധയാൽ എല്ലാ കുട്ടികൾക്കും, ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവും എനിക്ക് ഇതാവണം എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊക്കെ പോകുന്നത്. പക്ഷെ ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയല്ല അല്ലെ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരും മറ്റുള്ളവർ പ്രഷറിനനുസരിച്ച് നീങ്ങുന്നവരും, പലപ്പോഴും നീ ഉണ്ടോ ഞാനുണ്ടോ എന്ന് പറഞ്ഞ് കൂട്ടുകാർ ജോയിൻ ചെയ്യുന്നതും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ റീസെന്റ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ, അവൻ 10th എല്ലാം A+ ആണ്, സ്റ്റേറ്റ് A+ ആണെന്നും പറഞ്ഞിട്ട് അവനെ നേരെ കൊണ്ടുപോയിട്ട് മാത്സ് എടുപ്പിച്ച് 11th വിട്ടു. ഫസ്റ്റ് അസസ്മെന്റ് കഴിഞ്ഞപ്പോൾ സ്കൂളിൽ നിന്ന് വിളി വന്നു, മാത്സിൽ ഒരു കുന്തം അറിയാത്ത ഇവനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ നോക്കാനാന്ന് പറഞ്ഞിട്ട് ഭയങ്കര റൂഡായിട്ട് ടീച്ചർ പറഞ്ഞു. ആൻഡ് ഷീ വാസ് ലിറ്ററലി ക്രൈയിങ്. അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടിക്ക് മാത്സ് ഇഷ്ടമല്ലേ, ഇവന് നീ എന്തിനാ അതിന് വിട്ട്. സോ വി വെൻ ഫോർ എൻ അസസ്മെന്റ് എടുത്തപ്പോൾ കുട്ടിക്ക് 5th സ്റ്റാൻഡേർഡ് മാത്സ് IQ ഉള്ളൂ. ജസ്റ്റ് ഇമാജിൻ. 10th ഹി മാനേജ്ഡ് A+, പക്ഷേ ഹിസ് IQ ഈസ് ഓൺലി 5th സ്റ്റാൻഡേർഡിന്റെ മാത്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കൊല്ലം പോയാൽ പോട്ടെ, നീയും അവനും ചേർന്നിരുന്ന് കാര്യമായിട്ട് നല്ലത് ഒരു കൊല്ലം പോയാൽ പോട്ടെ, ചേഞ്ച് ദ സ്കൂൾ എന്ന് പറഞ്ഞു. ടെക്നിക്കൽ സ്കൂളിൽ വിട്ടു അവനെ. ടെക്നിക്കൽ സ്കൂളിൽ വിട്ടിട്ട് നൗ ഹി ഈസ് ഡൂയിങ് ഹിസ് +2 ആൻഡ് ബാച്ചിലെ 1 ഓഫ് ദ ടോപ്പർ ആണ് പയ്യൻ. സോ ജസ്റ്റ് ഇമാജിൻ, ഒരിക്കലും ഇഷ്ടമല്ലാത്തൊരു വിഷയം അടിച്ചേൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥയും. അതേസമയം കുട്ടിക്ക് കുറച്ചും കൂടി ഇങ്ങനെ മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ പലപ്പോഴും നമ്മൾ കുട്ടികളുടെ ഇഷ്ടങ്ങളെ മാനിച്ചാൽ ഭാവിയിൽ നമുക്കും അവർക്കും ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ്. സോ വളരെ വളരെ നല്ലൊരു സെഷൻ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് ആ ഏജിലുള്ള കുട്ടികളുണ്ടാവും, കുറേ പേർക്കൊന്നും ഉണ്ടാവില്ല. എന്നാൽ പോലും ആർക്കെങ്കിലും ഒക്കെ നമുക്ക് പകർന്നു കൊടുക്കാമല്ലോ ഈ അറിവ്. സോ താങ്ക് യു സോ മച്ച് ജുവൽ മാം വൺസ് അഗൈൻ. സോ താങ്ക് യു എവരിവൺ, ഇത്രയും നേരം ഇവിടെ ഈ ഒരു സെഷനിൽ പങ്കെടുത്തതിനും സപ്പോർട്ട് ചെയ്തതിനും. ഇതുപോലെ തന്നെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് മൺഡേ ട്രെയിനേഴ്സ് ടോക്കിൽ കാണാം. സോ അതുവരെ ഗുഡ് നൈറ്റ്. Thank you everyone. Vineka, Thank you. your intro was really good. Congrats.